ഹലോ ഗൈസ്, എല്ലാവർക്കും മോസ്റ്റിയുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഞാൻ അഫ്വാൻ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് വീഡിയോ വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ 2018 ഇപ്പോൾ തീർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ 2018 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. 2019 എന്ന പുതിയൊരു വർഷത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു 2019 എന്താ പറയുക, ആദ്യം തന്നെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ആശംസിക്കുകയാണ് മോസ്റ്റിയുടെ പേരിൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ, നമുക്കറിയാം 2018 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു വർഷം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് 2018 ഇന്ത്യയിൽ നടന്ന ചില നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ ചില മറക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ടാവും. ഞാൻ മൈക്കൊന്നും എടുത്തില്ല, കാരണം ഇതൊരു പ്ലാനഡ് വീഡിയോ അല്ല. ഞാനൊരു വെയ്ക്ക് പോകുമ്പോൾ ജസ്റ്റ് ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലേൻ്റെയും മലപ്പുറം ജില്ലേൻ്റെ ഒരു ബോർഡർ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ പയമ്പറമ്പ് എന്ന് പറയും. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഏതായാലും എന്താ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീട്ടിൽ പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം 2018 ബ്ലൈൻഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടി എന്നുള്ളതാണ്. അപ്പോൾ അത് UAE വെച്ചായിരുന്നു ആ ഒരു മത്സരം. ഇത് പാകിസ്ഥാനെതിരായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൗഡസ്റ്റ് മൊമെന്റ് ആയിരുന്നു. അതുപോലെ അടുത്തൊരു കാര്യമാണ്, നമ്മുടെ ദീപ കരംകുമാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണം നേടുന്ന ജിംനസ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇത് തുർക്കിയിലായിരുന്നു നടന്നത്, ജൂലൈയിലായിരുന്നു ഈ സംഭവം. ഞാൻ പറഞ്ഞൊരു ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇതും ഇന്ത്യയെ സംബന്ധിച്ച് നല്ലൊരു പ്രൗഡസ്റ്റ് മൊമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് 2018 നല്ലൊരു വർഷമായിരുന്നു. കാരണം ഇന്ത്യയിൽ ഫുട്ബോളിന് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു വർഷമാണ് 2018 അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ സുനിൽ ഛേത്രിയൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ 3ാമത്തെ ഗോൾ സ്കോറർ ആയിട്ട് മാറി. അതായത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ 85 ഗോളുമായിട്ട് 1ാമത് നിൽക്കുന്നുണ്ട്. ലയണൽ മെസ്സി 65 ഗോളുമായിട്ട് 2ാമത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുനിൽ ഛേത്രി 64 ഗോളുമായിട്ട് 3ാമത്, അതായത് തൊട്ടി പിറകെ തന്നെ നിന്ന ഒരു എന്താ പറയുക, ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ത്യൻ ഫുട്ബോളിന് നമ്മൾ 2018 എന്ന വർഷത്തിൽ കണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് ആദ്യമായിട്ട് ഒരു വനിതാ ഫ്ലൈറ്റർ പൈലറ്റിന് ലഭിച്ചു. അവാനി ചതുർവേദി എന്ന് പറയുന്ന 24 വയസ്സുള്ള ഒരു സ്ത്രീ ആദ്യമായിട്ട് ജെറ്റ് വിമാനം സ്വന്തക്ക് തന്നെ ഓടിച്ചു. അപ്പോൾ ഇതും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രൗഡസ്റ്റ് മൂവ്മെന്റ് തന്നെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ ഈ ഫ്ലഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രളയം തന്നെയാണ് ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. നമ്മുടെ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു ഈ ഒരു പ്രളയം എന്ന് പറയുന്നത്. ഇതും ഇന്ത്യയിൽ മറക്കാൻ പറ്റാത്തൊരു ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താ പറയുക, നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചോടുകൂടി ഇത് അതിജീവിച്ച്, അല്ലെങ്കിൽ ഏകദേശം അതിജീവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെയും ഒരുപാട് ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ടെക്നോളജിയിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് ഇന്ത്യയിൽ 2018 ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളെ പറ്റി പറയുകയാണെങ്കിൽ ചറപറാ വീഗിയായിരുന്നു ഓരോ സ്മാർട്ട് ഫോണുകളും ലോഞ്ച് ചെയ്യുന്നത് കണ്ടാൽ എന്താ പറയുക, ഓരോ ദിവസവും വെച്ച് പല കമ്പനികളും ഓരോ സ്മാർട്ട് ഫോണുകളും കാര്യങ്ങളും ഇങ്ങനെ ലോഞ്ച് ചെയ്യുകയായിരുന്നു. അത് പല ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട്, ചിലത് നോച്ച് ഉണ്ടായിട്ട്, അതുപോലെ തന്നെ നോച്ച് ഇല്ലാതെ, അങ്ങനെ ഒരുപാട് ടെക്നോളജിയിൽ വലിയ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ടെക്നോളജിയിൽ വലിയൊരു ഡെവലപ്മെന്റ് 2018 നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ ഷൂട്ട് ചെയ്തു, ബാക്കി നമ്മൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാണ്. കാരണം അവിടെ ആകെ ഇരുട്ടി. അപ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ പിന്നെ 2018 നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നിപ്പ വൈറസ് ആണ്. ഇത് ലോകം മൊത്തം ചർച്ച ചെയ്തിട്ട് ഒരു പകർച്ചവ്യാധി രോഗമായിരുന്നു. അതും 2018 നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളൊക്കെ ഒരുപാട് സജീവമായ ഒരു വർഷമായിരുന്നു 2018. അതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു 2018. അതുപോലെ ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി 2018. പിന്നെ ടിക്ടോക്ക് പോലുള്ള സംഭവങ്ങളിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചു. ഓരോ ചലഞ്ചുകൾ, നെല്ല് ചലഞ്ച്, കേക്ക് ചലഞ്ച് പറഞ്ഞിട്ട് ഓരോരോ ചലഞ്ചുകൾ കാര്യങ്ങളൊക്കെ 2018 നടന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞ 2018, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന 2018 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. അത് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ 2018 നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി 2018 വേറെ വീഡിയോ ഇല്ല, ഇനി നമ്മൾ അടുത്ത കൊല്ലം വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ ഏതായാലും
എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ താഴെ കമന്റ് ചെയ്യാം. പിന്നെ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം.